ഹലോ, അപ്പോൾ ക്രിസ്മസ് സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് കളർ പ്രിൻ്റ് എടുത്ത കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും കണ്ടാലോ. സോ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട്, അല്ലെങ്കിൽ ഞാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ക്രിസ്മസിന് ഞാൻ ഇത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ്. ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച വൈറ്റ് കളറില്ലേ, അതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ കുറേ ആയിട്ട് എവിടെയെങ്കിലും യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു. ആൻഡ് ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ഇച്ചിരി വലിയ സൈസിലാണ് എടുത്തിരിക്കുന്നത്. എന്തിനാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോൾ പേജിലും യൂസ് ചെയ്യാൻ പറ്റും. വേണ്ട, നമുക്ക് ചെറിയ പോർഷൻ മതിച്ചെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ സെറ്റിൽ ഇത് ഞാൻ കുറച്ച് സ്റ്റാമ്പ് പോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് ഞാൻ കുറേ ജേർണൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മ്യൂസിക്കിൻ്റെയൊക്കെ പാറ്റേൺ വരില്ലേ, അപ്പോൾ അതും ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഒരൊറ്റ ഇമേജ് ആയിരുന്നു ഇത്. ആ ഇമേജിൽ 4 ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ ആ സൈസിൽ തന്നെയാണ്, അതായത് 4 ആ ഒരു ഡിസൈനും ഒരേ സൈസ് വരുന്ന പോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്ട്രിപ്പായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നില്ല, ഇതിലുള്ള ഓരോന്നും നമുക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഓരോ പാറ്റേണും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനത് ജേർണൽ എന്തായാലും കാണിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഞാനത് ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാവേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 സെറ്റിലും 6 വീതമാണുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്ന ബ്ലൂ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ക്രിസ്മസ് തീമിൽ എല്ലാവരും ഒരു റെഡ് ഗ്രീൻ ആ തീമല്ലേ. സോ ഞാനൊരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലും കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ നോർമൽ ക്രിസ്മസ് റിലേറ്റഡ് സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാറ്റേൺസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പേജ് തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 സൈഡിലോട്ടും എടുത്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതൊരൊറ്റ ഇമേജാണ്, പക്ഷേ എനിക്കതെൻ്റെ A4 പേപ്പറിൽ ഫില്ലാവുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ 2 സൈഡ് തിരിച്ചും മറിച്ചും വെച്ചു. അപ്പോൾ എനിക്കത് എൻ്റെ A4 ഷീറ്റിൽ എൻഡ് വരെ കിട്ടി.